മെയിൻ കാര്യമല്ല. അവിടെയാണ് അന്വേഷിക്കുന്നത്. ഞാൻ അങ്കിളുടെ ആദ്യം ശരീരം കണ്ടപ്പോ ഞാൻ പേടിച്ച് എനിക്ക് ഷോക്കായി പോയി. എന്നിട്ട് അങ്കിളിന് പറയാ അമ്പലം ചെറുതാണ് പ്രതീക്ഷിച്ചിട്ട് വലുതാണ്. എനിക്കത് പേടിയായി പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചു. ആദ്യമായിട്ട് അല്ലെങ്കിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ആദ്യമായിട്ട് കാണുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അല്ലേ മോളെ പറയണേത്. അപ്പൊ എനിക്ക് അന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴൊന്നും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ റൂം ഒഴിപ്പിച്ചതാണ്. പിന്നെ ജസ്റ്റിൽ എന്നോട് ട്രെയിനിൽ വെച്ച് ചോദിച്ചില്ലേ, ആന്റിക്ക് തോന്നണുണ്ടോ അന്ന് ആ റൂം ഒഴിഞ്ഞു എന്ന് ആന്റിക്ക് തോന്നണുണ്ടോന്ന് ജസ്റ്റിൽ എന്നോട് ട്രെയിനിൽ വെച്ച് ചോദിച്ചില്ലേ. അതിനു മുമ്പും ഒരു സംഭവം ഉണ്ടായി. അത് അങ്കിള് ജസ്റ്റിനോട് വിളിച്ച് പറഞ്ഞു എന്ന് ബെനിച്ചേട്ടൻ പറഞ്ഞു എന്നോട്. മറ്റേ ലോഡ്ജിന്റെ ഉടമ ഞങ്ങളെ തടുത്തു നിർത്തി പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ ലോഡ്ജിൽ ബെനിച്ചേട്ടനോട് അങ്ങനെ പറഞ്ഞു. ബെനിച്ചേട്ടനൊക്കെ ലോഡ്ജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായപ്പിന്നെയാണ് ആളവിടെ രണ്ടാമത് വീടെടുത്തത്, റൂം എടുത്തത്. പകല് മാത്രം ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, യൂണിഫോം ഇട്ടൊരു കുട്ടിയെ കൊണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജസ്ലിൻ അവിടെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഞാൻ 2 പ്രാവശ്യം ഉള്ളൂ. 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷെ 2 പ്രാവശ്യം ഉള്ളൂ. ഒരാഴ്ച ആദ്യം ഏറ്റവും ഫോട്ടോയും കാണാൻ വേണ്ടി വിളിച്ചു, ഒരാഴ്ച എന്റെ റൂം കാണിക്കാൻ വേണ്ടി വിളിച്ചു. അല്ല, അപ്പൊ അവര് പറഞ്ഞതെന്ന് പറയാമോ? അവര് പറഞ്ഞത് ബെനിച്ചേട്ടൻ പറയണേ, അവര് പറഞ്ഞു മിക്കവാറും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളില്, പിന്നെ ഹോളിഡേയ്സില്, ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളില് യൂണിഫോം ഇട്ട് ബാഗ് സൈഡിൽ തൂക്കിയ ഒരു കുട്ടിയെ പല ദിവസങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാ അവര് പറഞ്ഞേ. അപ്പൊ രണ്ട് പ്രാവശ്യമാണ് പോയിട്ടുള്ളത് അവിടെ. അപ്പൊ എന്നാ വേറെ ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെ കൂടുതൽ പ്രാവശ്യം ഞാൻ പോയിട്ടില്ല. എന്നാ പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കണം. എന്നാ പിന്നെ ഞാൻ അവിടെ 2 പ്രാവശ്യം കൂടുതൽ പോയിട്ടുള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നും പോയിട്ടില്ല. അപ്പൊ 2 പ്രാവശ്യം ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഇങ്ങനെ ഇതുണ്ടായിരുന്നപ്പോ ഷോക്ക് ഉണ്ടായിരുന്നപ്പോ ഞാൻ പിന്നെ അങ്ങ് വിളിക്കുമ്പോ ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നത്തെ പ്രാവശ്യം പറയുമ്പോ ആന്റിയുടെ എനിക്ക് കുറെ ലെക്ചർ ഫോട്ടോസ് കൊണ്ടിട്ട് നിന്നെ കാണിച്ചിടാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, അല്ലാണ്ട് പോയിട്ടൊന്നും ഇല്ല. ഞാൻ പറയട്ടെ, ആന്റിയോട് നീ ജസ്റ്റ് തുറന്നു പറയോ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം ഒന്ന് തുറന്നു പറയൂ ആന്റിയോട്. കുഴപ്പമില്ല, കുഴപ്പമില്ല അറിയുന്ന എന്റെ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിച്ചെന്നോ. അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഇന്ന വഴിക്കോടെ വന്നാമത് അങ്ങനെ ഞങ്ങള് ബാക്കിക്കോടെ വന്നു. അങ്ങനെ ബാക്കിക്കോടെ വന്നിട്ട് എന്നെ റൂമിൽ എന്നെ കയറ്റി അതിൽ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എന്നെ കയറി പിടിച്ചു. അപ്പൊ ഞാൻ കുതിര മാറിപ്പോ അങ്കിൾ പറഞ്ഞ് ചോദിച്ചോണ്ട് ചെയ്യുന്നു. അതേപോലെ അവന് പറഞ്ഞു അങ്കിളെന്താ ഇങ്ങനെ ചെയ്തേ, എന്റെ ചീറ്റിംഗ് ആണല്ലോ ചെയ്തേ എന്ന് പറഞ്ഞു. അല്ല 2-3 പ്രാവശ്യമുണ്ട്. എന്നിട്ട് ചീറ്റിംഗ് ആണല്ലോ എന്ന് ചെയ്തു. അപ്പൊ ഇപ്പൊ അങ്കിൾ പറഞ്ഞ് ചോദിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ അങ്കിൾ എന്നോട് കൊണ്ടേ, ഞാൻ താമസിച്ച ആ റൂമൊക്കെ എനിക്ക് കാണണ്ട, അതിന് വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ കുറെ പറഞ്ഞ് അടുത്ത ദിവസം പോയി. അടുത്ത ദിവസം ഒന്നും ചെയ്തില്ല. അടുത്ത ദിവസം പോയി. ഞങ്ങൾ അവിടെ കൂടി കഴിഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതൽ മാക്സിമം യാത്ര പറ്റില്ല. അപ്പൊ പോരുമായിരുന്നു. പിന്നത്തെ പ്രാവശ്യം അങ്കിൾ എന്നെ കൊണ്ടുപോയപ്പോ അതിനിടയ്ക്ക് എന്നെ ഇങ്ങനെ കൊറേ ഫോൺ ചെയ്ത് ഒരാഴ്ചയും പോയിട്ട് പിന്നത്തെ ആഴ്ചയിൽ 2-3 ആഴ്ച കൂടുമ്പോ പോവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഫോൺ ചെയ്ത് അന്നാ മറ്റേ അങ്കിളും മോളും പോയില്ലായിരുന്നു. പിന്നെ അത് ലൈൻ കേസ് പോലെയാക്കി, കാമുകിക കാമുകന്മാരെ പോലെയാക്കി. അങ്ങനെ അവിടെ എന്നെ അവള് കൊണ്ടുപോയി ചെന്നപ്പം അവളവിടെ കൊണ്ടു ചെന്നപ്പം അങ്കിളിങ്ങനെ എന്താ പറയാ, എനിക്ക് പറയാം. അല്ല, മോള് പറഞ്ഞോ, ആന്റിയോട് പറഞ്ഞോ? എനിക്ക് മോള് ആന്റിയോട് പറഞ്ഞോ? ആന്റിയെ ചേച്ചിയെ പോലെ കണ്ടിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പപ്പയുടെ സ്വന്തം പെങ്ങളെ പോലെ കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ആന്റിയോട് ഇത്രയും മാക്സിമം പറഞ്ഞ അങ്കിളുടെ വൈഫിനോടാണ് പറയുന്നത്. അത് കുഴപ്പമില്ല. ഇപ്പൊ ആന്റിക്ക് അങ്കിളുമായിട്ട് ഒരു ബന്ധമില്ല എന്റെ കുട്ടി. മോള് പറയും ആന്റിയുടെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞോ. അവിടെ പെങ്ങളോട് പറയണ പോലെ പറഞ്ഞോ. അങ്കിളത് കയറി പിടിച്ചപ്പം പിന്നെ അങ്കിള് അവിടെ കട്ടിലും ബെഡും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബെഡും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങളവിടെ കിടക്കായിരുന്നു. അങ്കിളെന്നിട്ട് ഞാൻ അവിടെ സൈഡിൽ ഇരിക്കായിരുന്നു. പിന്നെ അങ്കിള് പറഞ്ഞോ, ആന്റിയോട് പറയേ. ആന്റിക്ക് എന്റെ കുട്ടീനെ പിടിച്ച് കിടത്തിയോ? എന്നെ പിടിച്ച് കിടത്തുന്നില്ല. അങ്കിളുടെ സുഖത്തിന് വേണ്ടി എന്നെ കൂടി കുറെ ചെയ്യിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ജസ്ലിന്റെ ഡ്രസ്സൊക്കെ ഊരിയോ? ഇല്ലില്ല, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്കിളുടെ സുഖത്തിന് വേണ്ടി ഞങ്ങൾ എന്നെ കൊണ്ട് കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടു. പിന്നെ എന്റെ മേത്തോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മറ്റേ ആന്റി പറഞ്ഞ സാധനം യൂസ് ചെയ്തു. അതെന്നെ കാണിച്ചു തന്നു എങ്ങനെയാന്നൊക്കെ. ഞാനൊന്നും കണ്ടിട്ടില്ല, ജീവിതത്തില് കണ്ടില്ലെന്ന് സാറ് അറിയാത്ത സാളാക്കിയായിരുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റിനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, എനിക്കൊന്നും സംഭവിച്ചില്ല. അത് ഞാൻ 100% ആദ്യം ഗ്യാരണ്ടി ചെയ്യാം. ആദ്യം പലപ്പോഴും ചോദിക്കാറില്ലേ എന്താ ഞങ്ങള് വരുമ്പോ ജസ്റ്റ് പോകാന്ന്. ഇതാ കാണുന്നത് എനിക്ക് വെറുപ്പായിരുന്നു വെച്ചത്. അതോട് വെറുക്കുക ഞാൻ. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകും. എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, എനിക്ക് പോകാൻ കാണാൻ ഇഷ്ടമല്ല. കാരണം എന്നെ ചതിച്ചൊരു മനുഷ്യൻ എന്നെ കാണുന്നില്ല. അങ്ങേർക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥ മനുഷ്യനാണെങ്കിൽ അങ്ങേരുടെ ഭാര്യയിലും കൊച്ചിനെയും ഉപേക്ഷിക്കില്ലായിരുന്നു. കൊച്ചിനെയും മറന്നിട്ട് ഇങ്ങനെ ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ഒരു പെങ്കൊച്ചി ഒരു നിസ്സാര 16 വയസ്സൊരു പെങ്കൊച്ചിനെ ഇങ്ങനെ ആക്കി അതിന്റെ കൂടെ ഇങ്ങനെ നടക്കില്ലായിരുന്നു. ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറയട്ടെ ജസ്റ്റിൻ, ഞാൻ ഒരു കാര്യം, നിങ്ങൾ എന്നാ ഈ ബന്ധമൊക്കെ തുടങ്ങി? അത് മമ്മി അവിടെ വീട്ടിൽ പോയി തുടങ്ങിയേക്കുന്ന ഗൾഫിൽ പോയതിനു ശേഷം. എത്ര അപ്പൊ അതെന്നായിരിക്കും? ഈ 2002-ലാണോ? അതെനിക്കറിയില്ല. എനിക്ക് 16 വയസ്സ് തയ്യാറായിരുന്നു. പ്ലസ് 1-ല്. അല്ല, ഞാൻ ഡെലിവറി ആവണേക്കൊക്കെ മുന്നാണോ? അല്ലല്ല, കൊച്ചിലായപ്പോഴാ? മോന് 2 വയസ്സങ്ങോട്ടായിപ്പോ. മോന് 2 വയസ്സായപ്പോഴല്ല, അതിന് മുമ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് മോന് 1.5 വയസ്സായപ്പോഴാണ് ഞാൻ വെക്കേഷൻ വന്നത്. ഞാൻ 2002 ജൂലൈയിൽ വെക്കേഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ എനിക്കറിയില്ല. ഞാൻ പ്ലസ് 1 തയ്യാറായപ്പോഴാണ് എനിക്ക് തരുന്നത്. അതായത് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുന്നത് സ്റ്റാർട്ടിങ്. കാരണം പ്ലസ് 1 എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് 2 ആന്റി ഒരു കാര്യം ചോദിക്കട്ടെ? ശരിയാണ് ജസ്റ്റിൻ പറഞ്ഞത്, ശരിയാ. പുരുഷനും ആഗ്രഹിക്കില്ല ആന്റി സ്വന്തം പെൺകുട്ടി പരിശുദ്ധിയായിരിക്കണമെന്ന്? എല്ലാവരും ആഗ്രഹിക്കും. ഇതെന്റെ ശരീരത്തിൽ ഞാനിത് മനസ്സിലുണ്ടോ, 16 വയസ്സിൽ എന്റെ പപ്പ പോലെ എന്റെ കഴിവ് തൊട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അവരുടെ കാപ്പട്യമായ സ്നേഹം ഞാൻ കണ്ടപ്പോ എന്റെ മമ്മി എനിക്ക് ആദ്യം പറയാം, എനിക്ക് പീരീഡാവുമ്പോ എനിക്ക് നല്ല വയറ്റുവേദനയുണ്ട്. വയറ്റുവേദന ചെറുത്ത എനിക്ക് നല്ല വയറ്റുവേദന. 10ാം ക്ലാസ് കഴിഞ്ഞ് ആ എക്സാമിന് പ്ലസ് 1-ല് കയറിക്കുമ്പോ എനിക്ക് പീരീഡ് ആയത് തന്നെ. അപ്പോഴാണ് എനിക്ക് നല്ല വയറ്റുവേദന. എന്റെ മമ്മിയോട് ഞാനൊന്ന് കഴിഞ്ഞിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മമ്മിയോട് പറഞ്ഞു നിന്നെ ഹോസ്പിറ്റലോടെ എനിക്ക് നാണക്കേടാണ്, വയറുവേദന എന്ന് പറയുന്ന ഹോസ്പിറ്റലോടെ നാണക്കേടാണ് എനിക്ക്, അതറിയോ? അങ്ങനെ പറഞ്ഞത് ഏതൊക്കെ അമ്മമാരുണ്ടോ എനിക്കറിയില്ല. എന്റെ മമ്മി എന്റെ എങ്ങനെയായി മക്കള് 3 പേരും ഒരുപോലെ കാണിച്ചു. ചെറുപ്പം മുതലേ എന്നെ വേർതിരിച്ചാണ്ടി കണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ആടുകാരുടെ കൊച്ചാന്ന് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് ഞാൻ ഓടുന്നത് ഞാൻ മമ്മയുടെ അമ്മയുടെ തന്നെ കൊച്ചാണെന്ന് വേറെ ആടുകളുടെ ആണോ അതുപോലെ അമ്മേനെ എന്ന് പറയാൻ വേർതിരിച്ചില്ല. ആ വേർതിരിവിന്റെ ഉള്ളിലേക്ക് കൂടെ കിടന്ന് ഞാനിങ്ങനെ വളർന്നിട്ട് എനിക്ക് ഇങ്ങനെ അങ്കിൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഒരു പുരുഷനോട് സംസാരിക്കുന്നത് അത് തന്നെ ആന്റിക്കറിയോ. ആദ്യമായിട്ട് ഞാൻ അങ്കിളെ അടുത്ത് ഇങ്ങനെ അങ്കിളെന്നല്ല ആദ്യമായിട്ട് ഒരു പുരുഷന്റെ അടുത്ത് അങ്ങനെ ഇതായിട്ട് സംസാരിക്കാൻ അങ്കിളെന്നെ പരമാവധി പിഴിഞ്ഞെടുത്തില്ല ആന്റി. ഇത്രയും നാളും മനസ്സിൽ നിന്നായിരുന്നു 5-6 വർഷമായിട്ട്. ഇപ്പോഴൊക്കെ തോന്നാതൊക്കെ എന്തൊരു ആശ്വാസം എന്ന് പറയോ. ഞാൻ എന്റെ കുട്ടിക്ക് നിനക്ക് ആ ട്രെയിനിൽ വെച്ച് ആന്റിയോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറയായിരുന്നില്ലേ? കാരണം എനിക്ക് പേടിയാ, എന്തൊക്കെ റിയാക്ഷൻ എനിക്ക് പേടിയാ. എന്റെ പപ്പയോട് പറയാൻ പറ്റില്ല. എനിക്ക് ആ കൂടി പേടിക്കണ്ട, ഞാന് കുറ്റമലയാളം തന്നെ